പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ. പേജ് നമ്പർ 4 ഒരുമിച്ച് ചൊല്ലാം. ഭാരത മണ്ണിൽ യേശുനാഥനു വേണ്ടി രക്തം ചിന്തിയ വിശുദ്ധ ജോൺ ബ്രൂട്ടോയെ സത്യവിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി അങ്ങ് ചിന്തിയ രക്തം വഴി യേശുനാഥനെ അനുകരിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും സാധിച്ചുവല്ലോ. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഭാരതത്തിലെ അജ്ഞാനികൾക്കും അവിശ്വാസികൾക്കും യേശുനാമം വെളിപ്പെടുത്തി കൊടുത്തുവല്ലോ. വിശുദ്ധ ജോൺ ബ്രൂട്ടോയെ ലൗകിക സുഖഭോഗങ്ങളെ അതിജീവിക്കുവാൻ അങ്ങ് കാട്ടിയ മാതൃകയും പ്രേക്ഷിത തീഷ്ണതയും ഞങ്ങൾക്കും പ്രചോദനമേകട്ടെ. വിശുദ്ധ ജോൺ ബ്രൂട്ടോയെ അങ്ങയുടെ ചുടുകിടത്താൽ ഓരിയൂർ ഗ്രാമത്തെ അങ്ങ് ധന്യമാക്കിയല്ലോ. അങ്ങയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ ഇടവകയെ സംരക്ഷിക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവേ, വർണ്ണാതീതമായ ക്ഷമയാലും സഹനത്താലും അങ്ങയെ പിന്തുടരുവാൻ വിശുദ്ധ ജോൺ ബ്രൂട്ടോയ്ക്ക് വരമരുളിയല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും ദുഃഖങ്ങളും പീഡകളും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ കൃപ നൽകണമേ. യേശുനാഥ, രക്തം ചൊരിഞ്ഞുകൊണ്ട് അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധ ജോൺ ബ്രൂട്ടോ വഴിയായി ഞങ്ങൾ യാചിക്കുന്ന ഈ അനുഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ഞങ്ങളുടെ ഈ യാചന അങ്ങേക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ. കർത്താവേ, വിശുദ്ധ ജോൺ ബ്രൂട്ടോയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ യാചന കേൾക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസം നൽകണമേ. സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കണമേ. പ്രശ്നങ്ങളിൽ പരിഹാരം നൽകണമേ. രോഗങ്ങളിൽ സൗഖ്യം നൽകണമേ. നിരാശകളിൽ പ്രത്യാശ നൽകണമേ. പാപങ്ങളിൽ നിന്നും മോചനം നൽകണമേ. എന്നും എപ്പോഴും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വാഴണമേ. ഞങ്ങളുടെ നാടിനെ സമുദ്രിക്കണമേ, സംരക്ഷിക്കണമേ. എന്നും ജീവിച്ചു വാഴുന്ന കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. വിശുദ്ധ ജോൺ ബ്രൂട്ടോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവന്റെ ഉറവിടമായ കർത്താവെ, ഈ വിശുദ്ധൻ വഴി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിക്കുന്ന കൃതജ്ഞത സ്വീകരിക്കണമേ. ക്രൈസ്തവ വിശ്വാസം തന്ന് അനുഗ്രഹിച്ചതിനും ഈ വിശ്വാസം വഴി ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബ്രൂട്ടോ വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബ്രൂട്ടോ വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അനുദിനം ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സമാധാനത്തിലൂടെ നയിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബ്രൂട്ടോ വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ ജോൺ ബ്രൂട്ടോയെ ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായി തന്നതിനും ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബ്രൂട്ടോ വഴി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു നിമിഷം മൗനമായി നമുക്ക് ലഭിച്ച എല്ലാ നന്മകളെ കുറിച്ചും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പുൽകും ശക്തി കുളങ്ങര ദേവാലയമതിൽ വാഴും വിശുദ്ധനായ ജോൺ ബ്രൂട്ടോയെ, നിൻ തിരുനാമ ചിന്തകൾ ഞങ്ങൾക്ക് മനസ്സിൽ നിർവൃതിയേകുന്നു. ശാന്തത പുൽകും ശക്തി കുളങ്ങര ദേവാലയമതിൽ വാഴും വിശുദ്ധനായ ജോൺ ബ്രൂട്ടോയെ, നിൻ തിരുനാമ ചിന്തകൾ ഞങ്ങൾക്ക് മനസ്സിൽ നിർവൃതിയേകുന്നു. മനസ്സുകൾ ഞങ്ങൾക്ക് സ്വർഗീയ കാന്തി പകർന്നിടാനല്ലോ.
പ്രേക്ഷിത വൃത്തിന മാർഗത്തിലൂടെ ഞങ്ങളിലേക്ക് വന്നു. അല്പമനസ്സുകൾ ഞങ്ങൾക്ക് സ്വർഗീയ കാന്തി പകർന്നിടാനല്ലോ. പ്രേക്ഷിത വൃത്തിന മാർഗത്തിലൂടെ നീ ഞങ്ങളിലേക്ക് വന്നു. ശാന്തത പുൽകും ശക്തി കുളങ്ങര ദേവാലയം അതിൽ വാഴും വിശുദ്ധനായ ജോൺ ബ്രിട്ടോയെ നിൻ തിരുനാമ ചിന്തകൾ ഞങ്ങൾക്ക് മനസ്സിൽ നിർവൃതിയേകുന്നു. ദുർമന്ത്രണങ്ങളും ആവിചാരങ്ങളും തിങ്ങും പഴമയിൽ നിന്നും സത്യവിശ്വാസത്തിൽ നേരായ മാർഗങ്ങൾ കാട്ടുവാനല്ലയോ വന്നു. ദുർമന്ത്രണങ്ങളും ആവിചാരങ്ങളും തിങ്ങും പഴമയിൽ നിന്നും സത്യവിശ്വാസത്തിൽ നേരായ മാർഗങ്ങൾ കാട്ടുവാനല്ലയോ വന്നു. ശാന്തത പുൽകും ശക്തി കുളങ്ങര ദേവാലയം അതിൽ വാഴും വിശുദ്ധനായ ജോൺ ബ്രിട്ടോയെ നിൻ തിരുനാമ ചിന്തകൾ ഞങ്ങൾക്കു മനസ്സിൽ നിർവൃതിയേകുന്നു. ശാന്തത പുൽകും ശക്തി കുളങ്ങര ദേവാലയം അതിൽ വാഴും വിശുദ്ധനായ ജോൺ ബ്രിട്ടോയെ നിൻ തിരുനാമ ചിന്തകൾ ഞങ്ങൾക്കു മനസ്സിൽ നിർവൃതിയേകുന്നു. സ്നേഹനിധിയായ പിതാവേ, ഞങ്ങളെ മനസ്സിലാക്കുന്നതിനും ഞങ്ങളുമായി ഒന്നായി തീരുന്നതിനും വേണ്ടി അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ പുത്രനെ അനുകരിച്ച വിശുദ്ധ ജോൺ ബ്രിട്ടോ വഴിയായി ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവിനും മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും ജനങ്ങൾക്കും എല്ലാവിധ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് തകർന്ന കുടുംബങ്ങളെ, ഭിന്നതയുടെ പ്രതിസന്ധികൾ അതിജീവിക്കുവാനും പരസ്പരം കടമകൾ നിർവഹിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ഭവനങ്ങളാകുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നവനാളിൽ സംബന്ധിക്കുന്ന യുവജനങ്ങളെ സമർപ്പിക്കുന്നു. തങ്ങളുടെ കരുത്തും ആദർശബോധവും പോരാട്ടങ്ങളിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കും വലിച്ചിഴക്കപ്പെടാതെ സംരക്ഷിക്കുവാനും സമൂഹത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനും തങ്ങളുടെ ജീവിതാന്തസ് തെരഞ്ഞെടുക്കുവാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗവും വേദനയും അനുഭവിക്കുന്നവരെ സമാശ്വസിപ്പിക്കണമേ. സ്വന്തം സഹനത്തിന്റെ അർത്ഥം കണ്ടെത്തുവാനും സഹനത്തിന് ശമനം ലഭിക്കുവാനും രോഗത്തിന് സൗഖ്യം ലഭിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തെയും സാറായെയും വാർദ്ധക്യത്തിൽ മാതാപിതാക്കളാക്കിയ പിതാവേ, അങ്ങേക്കിഷ്ടമെങ്കിൽ ഞങ്ങളുടെ ഈ നവനാളിൽ സംബന്ധിക്കുന്ന മക്കളില്ലാത്ത ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. അവർക്ക് സന്താന സൗഭാഗ്യം ലഭിച്ച് അങ്ങയുടെ കാരുണ്യത്തെ വാഴ്ത്തിപ്പാടുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നവനാളിൽ സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്ന് അരുൾ ചെയ്ത ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആത്മീയവും ശാരീരികവുമായി വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും അങ്ങ് ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും തളർവാദ രോഗികൾക്ക് സൗഖ്യവും നൽകിയ കർത്താവെ, അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങിൽ ആശ്രയം അർപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ സുഹൃതങ്ങളും സഹനങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. എല്ലാ വേദനകളും ആകുലതകളും ക്ഷമയോടും സന്തോഷത്തോടും സ്വീകരിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. രോഗികളുടെ ആശ്രയമായ ഈശോയെ, അങ്ങൊന്ന് സ്പർശിച്ചാൽ ഞങ്ങൾ സുഖം പ്രാപിക്കും. അങ്ങയുടെ വലതുകരം നീട്ടി ഞങ്ങളെ ഈ നിമിഷത്തിൽ സ്പർശിക്കണമേ.
യേശുനാഥ, പൂർണ്ണ സൗഖ്യം നൽകി ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ സ്വന്തമാക്കുകയും ചെയ്യണമേ. എന്നൊന്നും ജീവിച്ചു വാഴുന്ന കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധനായ ജോൺ ബ്രിട്ടോയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ ജോൺ ബ്രിട്ടോയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വാസത്തിൻ ദീപവുമേന്തി ഭാരതഭൂവിൽ വന്നവനേ, വിശ്വാസത്തിൻ ദീപവുമേന്തി ഭാരതഭൂവിൽ വന്നവനേ, വിശ്വാസികളിൽ ചൈതന്യമേകാൻ ജീവൻ ബലിയായി കൊടുത്തവനേ, വിശുദ്ധനായ ജോൺ ബ്രിട്ടോയെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്നായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രക്തസാക്ഷികളുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പോർച്ചുഗലിലെ ലിസ്ബണിൽ ജാതനായ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗപീഠകളാൽ വേദനിച്ച വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറോടുള്ള ഭക്തിയിൽ വളർന്ന വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 15-ാം വയസ്സിൽ ഈ ലോകത്തെയും അതിന്റെ വശ്യതയെയും ഉപേക്ഷിച്ച വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ സഭയിൽ സന്യാസം സ്വീകരിച്ച വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാരതത്തിലേക്കുള്ള പ്രേക്ഷിത ദൗത്യം സ്വീകരിച്ച വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമുദ്രയാത്രയിൽ രോഗികളായവർക്ക് ആശ്വാസമേകിയ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 2-ാം ഫ്രാൻസിസ് സേവ്യർ എന്ന അപരനാമത്താൽ അറിയപ്പെട്ട വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹതീഷ്ണതയാൽ എരിഞ്ഞ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സുവിശേഷ വേലയിൽ അനേകരെ മാനസാന്തരപ്പെടുത്തിയ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രേക്ഷിത ശുശ്രൂഷയിൽ പീഡകൾ അനുഭവിച്ച വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറവ രാജ്യത്ത് വിശ്വാസ സത്യങ്ങൾക്ക് ധീരസാക്ഷ്യം നൽകിയ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനേകർക്ക് രോഗസൗഖ്യം നൽകിയ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശിരച്ഛേദനത്താൽ രക്തസാക്ഷിയായ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രേക്ഷിതർക്ക് മാതൃകയായ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പാതുകാവലായ വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, അങ്ങിൽ ആശ്രയിച്ച അങ്ങേ ദാസനും രക്തസാക്ഷിയുമായ വിശുദ്ധ ജോൺ ബ്രിട്ടോയ്ക്ക് ആത്മശക്തിയും കൃപയും നൽകി ഞങ്ങളുടെ മധ്യസ്ഥനായി നിയമിച്ചുവല്ലോ. ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾക്കും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി
ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും പരിഹരിക്കണമേ. ആപത്തുകളിൽ അഭയവും അപകടങ്ങളിൽ സംരക്ഷണവും സങ്കടങ്ങളിൽ ആശ്വാസവും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്നേഹത്തിലും വിശ്വാസത്തിലും ഒരുമയോടെ ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നൊന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. യേശു ക്രിസ്തുവിൽ പ്രിയ വിശ്വാസജനമേ, ഇന്ന് ഇവിടെ 333 വർഷങ്ങൾക്ക് മുമ്പ് രക്തസാക്ഷിയായി വിശുദ്ധിയുടെ മകുടം ചൂടിയ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. പോർച്ചുഗലിലെ ലിസ്ബണിൽ 1647 മാർച്ച് മാസം 1 സാൽവദോർ ബ്രിട്ടോയുടെയും ബിയാട്രസ് പെരേരയുടെയും മകനായി പ്രഭു കുടുംബത്തിൽ വിശുദ്ധ ജോൺ ബ്രിട്ടോ പൂജാതനായി. വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ ക്രിസ്തുനാഥനോടുള്ള അടങ്ങാത്ത സ്നേഹവുമായി ഭാരതഭൂവിൽ 1673 സെപ്റ്റംബർ 6 പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി വരികയും ശിരസ് ഛേദിക്കപ്പെട്ട് ഓരിയൂരിൻ്റെ മണ്ണിനെ തൻ്റെ ചുടുനിണത്താൽ ധന്യമാക്കി തീർത്തുകൊണ്ട് 1693 ഫെബ്രുവരി 4 രക്തസാക്ഷിയായി. 1851 സെപ്റ്റംബർ 9 പിയൂസ് 9 മാർപ്പാപ്പ വിശുദ്ധനെ രക്തസാക്ഷിയായിട്ട് പ്രഖ്യാപിക്കുകയും 1947 ജൂൺ മാസം 22 പിയൂസ് 12 മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ഉണ്ടായി. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉത്തമ ദൃഷ്ടാന്തമാണ് വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ. ഓരോ വിശുദ്ധ ജീവിതവും നമ്മെ വിളിക്കുന്നത് മഹനീയമായ ഒരു ജീവിതം സ്വന്തമാക്കുവാനാണ്. വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ മാധ്യസ്ഥത്താൽ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് കൊല്ലം ശക്തികുളങ്ങര ഇടവകയും ഇടവക മക്കളും. ശക്തികുളങ്ങരയുടെ അനുഗ്രഹീത ദാതാവായിട്ട് നിലകൊള്ളുന്ന വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയുടെ തിരുനാൾ ആഘോഷിക്കുന്ന സെയിൻറ്റ് ഡിസ്മാസ് ഇടവകയിലും ധാരാളം അനുഗ്രഹങ്ങൾ വിശുദ്ധൻ വഴി ദൈവപിതാവ് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ദിനത്തിൽ ദുഃഖം, ദുരിതം, രോഗം എന്നീ ദുരവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി ക്രിസ്തുനാഥനെ മുൻനിർത്തി പ്രാർത്ഥിക്കുകയും കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും അതിലുപരി സ്നേഹിക്കുകയും ചെയ്യാം. തിരുനാൾ ആഘോഷത്തിനായിട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പുരോഹിതാവിൻ നിർമ്മല നിണം വീഴും നവ്യമാം ബലിപീഠം നമിച്ചിടുന്നു നൽകും അക്ഷയ ജീവനായി തുതിച്ചിടുന്നു. നിത്യപുരോഹിതാവിൻ നിർമ്മല നിണം വീഴും നവ്യമാം ബലിപീഠം നമിച്ചിടുന്നു നൽകും അക്ഷയ ജീവനായി സ്തുതിച്ചിടുന്നു. കുഞ്ഞാടും നീയേ, ബലിയർപ്പകനും നീയേ, എന്നും മെൽക്കിസദേക്കിനെക്കാളും നീ അതിശ്രേഷ്ഠൻ. കുഞ്ഞാടും നീയേ, ബലിയർപ്പകനും നീയേ, എന്നും മെൽക്കിസദേക്കിനെക്കാളും നീ അതിശ്രേഷ്ഠൻ. യപ്പം സജ്ജം ദീപപീഠം സജ്ജം സ്നേഹകൂദാശരൻ പാവന സൗരഭ്യം. കാഴ്ചയപ്പം സജ്ജം ദീപപീഠം സജ്ജം സ്നേഹകൂദാശരൻ പാവന സൗരഭ്യം. പകരോന്റെ കൂടാരത്തിൽ എന്ന പോൽ നിറയുമ്പോൾ
മായ്ച്ചു നൽകണേ. മാനസപ്പെട്ടാതെ അർച്ചനയാക്കുന്നേ. കുഞ്ഞാടും നീയേ പകലും നീയേ എന്നും മെൽക്കിസദേക്കിനെക്കാളും നീ അതിശ്രേഷ്ഠൻ. കുഞ്ഞാടും നീയേ പകലും നീയേ എന്നും മെൽക്കിസദേക്കിനെക്കാളും നീ അതിശ്രേഷ്ഠൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത്രയും പേരെ ഈ ദേവാലയത്തിൽ വളരെ കളർഫുള്ളായിട്ട് കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ ഒരു സമൂഹം ഇവിടെ ഈ ദേവാലയം കേന്ദ്രീകൃതമായിട്ട് വളരെ നല്ല രീതിയിൽ ശക്തി ആർജിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളായ കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസമാക്കിയിട്ടുള്ള നിങ്ങൾ ഈ ദേവാലയം കേന്ദ്രീകൃതമായ ഒരു സമൂഹം എന്ന രീതിയിൽ ക്രൈസ്തവ വിശ്വാസം പങ്കുവെച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഗുരുവും നാഥനുമായി സ്വീകരിച്ച് ഏറ്റുപറയുന്ന ഈ മനോഹരമായ ഈ കാഴ്ച എനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. വിശുദ്ധ ജോൺ ബ്രിട്ടോ വളരെ നമ്മുടെ നാടിനെ സ്നേഹിച്ച ഒരു വലിയ വിശുദ്ധനാണ്. ആ വിശുദ്ധൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് പ്രത്യേകിച്ചും ശക്തികുളങ്ങര ഭാഗത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ മുൻകൈയെടുത്ത് നടത്തുന്നതായ ഈ തിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ മാതൃകയെ പിൻചെന്ന് നല്ല ഒരു ക്രൈസ്തവ ജീവൻ നയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവരും നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ളവരുമായ എല്ലാവരെയും നമുക്ക് ഈ ദിവ്യബലിയിൽ അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലി എത്രയും യോഗ്യതയോടുകൂടി അർപ്പിക്കേണ്ടതിന് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് മനസ്തപിച്ച് ഈ കുർബാനയിലേക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ.
ഉന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുകൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനം നാഥനം, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ രാജ്യത്ത് രക്ഷയുടെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ വിശുദ്ധ ജോൺ ദ ബ്രിട്ടോയുടെ ഹൃദയം അങ്ങയോടും അങ്ങേ ജനത്തോടുമുള്ള സ്നേഹത്താൽ അങ്ങ് നിരന്തരം പരിപോഷിപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ സാക്ഷ്യത്താലും മധ്യസ്ഥത്താലും ശക്തി പ്രാപിച്ച് സുവിശേഷത്തിൽ ആനന്ദിക്കുവാനും എല്ലാവരോടും ധീരതയോടെ അത് പ്രഘോഷിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനെ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിരണമേ. ആണ്ടുവട്ടത്തിലെ 5-ാം ഞായർ 1-ാം വായന. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും.
നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിന്റെ ഇരുവേളകൾ മധ്യാഹ്നം പോലെയാകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഉദാരമായി വായ്പ കൊടുക്കുകയും നീതിയോടെ വ്യാപരിക്കുകയും ചെയ്യുന്നവന് നന്മ കൈവരും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. നീതിമാന് ഒരിക്കലും ഇളക്കം തട്ടുകയില്ല. അവന്റെ സ്മരണ എന്നേക്കും നിലനിൽക്കും. ദുർവാർത്തകൾ അവൻ ഭയപ്പെടുകയില്ല. അവന്റെ ഹൃദയം അചഞ്ചലവും കർത്താവിൽ ആശ്രയിക്കുന്നതുമാണ്. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. അവന്റെ ഹൃദയം ദൃഢതയുള്ളതായിരിക്കും. അവൻ ഭയപ്പെടുകയില്ല. അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ അഭിമാനത്തോടെ ശിരസുയർത്തി നിൽക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്യോല്ലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല. പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ
മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉറകെട്ട് പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. മലമുകളിൽ പണിതുയർത്തിയ പട്ടണം മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും വെളിച്ചമേകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ഇപ്രകാരം ഒരു തിരുനാളിനോടനുബന്ധമായി ഇവിടെ വന്ന് ഈ ബലി അർപ്പിക്കുവാനും നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനും എനിക്ക് ഒരവസരം ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ഇതിലേക്ക് എന്നെ ക്ഷണിച്ച നിങ്ങളോട് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. I also thank Father Ismail for inviting me and to say this Mass here for this Indian community here. And I appreciate all your efforts that you take to maintain this community here in this parish. And also we pray for this parish too. Thank you very much. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അധികം അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പോകാനായിട്ടുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും അവിടെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു നമ്മുടെ നാടിൻ്റെ ഒരു പ്രദേശമാണ് കൊല്ലം, തിരുവനന്തപുരം ഏരിയ എന്നുള്ളത് എനിക്കറിയാം. അതിന് ഒരവസരം കിട്ടുമ്പോൾ ഞാൻ തീർച്ചയായും അവിടെ പോകുന്നതായിരിക്കും. നിങ്ങൾ ഇപ്രകാരം ഇവിടെ ഒരുമിച്ച് ചേർന്ന് ഈ കുർബാന, ഇവിടെ ഈ സമൂഹം വളർന്നു വരുന്നു എന്നുള്ളത് കാണുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം ഇന്ന് ഈ തിരുനാൾ ഇത്രയും മനോഹരമായിട്ട് ആഘോഷിക്കുവാനായിട്ട് നിങ്ങൾ കാണിച്ച ആ ഒരു തീക്ഷ്ണതയും ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ജോൺ ബ്രിട്ടോയെക്കുറിച്ച് ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുമായിരിക്കും. കാരണം പലരും ജോൺ ബ്രിട്ടോ ഇടവകകളിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ള ധാരാളം പേര് ഇവിടെയുണ്ട്. അപ്പോൾ ജോൺ ബ്രിട്ടോയുടെ ജീവിതത്തെക്കുറിച്ച് വലിയ സവിസ്തരമായിട്ട് ഞാൻ ഇനി ഇവിടെ ആവർത്തിച്ച് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജോൺ ബ്രിട്ടോ നമ്മുടെ നാട്ടിൽ വന്ന് നാടിനെ അലങ്കരിച്ച അല്ലെങ്കിൽ അനുഗ്രഹിച്ച ഒരു വലിയ വിശുദ്ധനാണ്. അദ്ദേഹം ജനിച്ചത് പോർച്ചുഗലിൽ 1647 അദ്ദേഹം ജനിക്കുന്നത്. നമുക്കറിയാം, പോർച്ചുഗൽ വളരെ പ്രസിദ്ധമായ ഒരു രാജ്യമാണ്. ഒരു ചെറിയ ഒരു രാജ്യമാണെങ്കിലും വളരെയധികം ഭക്തി തീക്ഷ്ണത നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പോർച്ചുഗൽ എന്ന് പറയുന്നത്. ഈ പോർച്ചുഗൽ എന്ന രാജ്യം കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക്, പ്രത്യേകിച്ചും കേരളത്തിനും ധാരാളം നന്മകൾ അല്ലെങ്കിൽ ദൈവവിശ്വാസം പകർന്നു തരുവാനായിട്ട് ഈ പോർച്ചുഗലിൽ നിന്ന് വന്ന പല വ്യക്തിത്വങ്ങളും സഹായകമായിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ വാസ്കോ ഡി ഗാമ, ഞാനിപ്പോഴും ഓർക്കണു, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും പഠിച്ച പാഠങ്ങളിൽ ഇന്നും ഓർമ്മിക്കുന്ന ഒരു പാഠം വാസ്കോ ഡി ഗാമയെ കുറിച്ചുള്ള ഒരു പാഠമാണ്. വാസ്കോ ഡി ഗാമ കോഴിക്കോട് കാലുകുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പാഠം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ വാസ്കോ ഡി ഗാമയുടെ ആ വരവോട് കൂടിയിട്ടാണ് ഇന്ത്യയുടെ തന്നെ
ഒരു ചരിത്രം മാറ്റിക്കുറിക്കുവാൻ സഹായകമാകുന്ന വിധത്തിൽ നമ്മളുടെ യൂറോപ്പിൽ നിന്നുള്ള ആളുകളും അതിനെ തുടർന്ന് മിഷണറിമാരും നമ്മുടെ നാട്ടിലേക്ക് വരികയും നമ്മുടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള രംഗങ്ങളിൽ വന്ന വ്യതിയാനം കൂടാതെ അവരെ തുടർന്ന് വന്ന മിഷണറിമാരിലൂടെ ആത്മീയമായ ഒരു വലിയ വ്യതിയാനം നമ്മുടെ നാടിന്, പ്രത്യേകിച്ചും കേരളത്തിന് ഉണ്ടാകുവാനായിട്ട് കാരണമായിട്ടുണ്ട്. പിന്നെ പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്നാണല്ലോ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധനായ അന്തോണീസ് പുണ്യവാളൻ്റെ ജന്മസ്ഥലവും ഈ ലിസ്ബണാണ്. അതുപോലെ വളരെയധികം വിശുദ്ധർക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ലിസ്ബൺ എന്നുള്ളത്. അപ്പോൾ ലിസ്ബണുമായിട്ട് കേരളത്തിന് വളരെയധികം അടുത്ത ബന്ധമാണുള്ളത്. അവിടെ നിന്ന് വന്ന മിഷണറിമാർ നമ്മുടെ നാടിനെ വളരെയധികം അലങ്കരിക്കുകയും ക്രിസ്തുവിൻ്റെ ആ സ്നേഹവും ചൈതന്യവും സുവിശേഷവും നമുക്ക് പകർന്നു തന്നുകൊണ്ട് നമ്മുടെ നാടിനെ പ്രബുദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് നാം കേരളത്തിൽ കാണുന്ന ഒരുപാട് ദേവാലയങ്ങൾ ഈ പോർച്ചുഗീസ് സ്റ്റൈലിലാണ് നമ്മുടെ ദേവാലയങ്ങളെല്ലാം പണിതിരിക്കുന്നത്. നല്ലൊരു ശതമാനം ദേവാലയങ്ങളും പണിയപ്പെട്ടിരിക്കുന്നത് പോർച്ചുഗീസ് സ്റ്റൈലിലാണ്, അല്ലെങ്കിൽ ആ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ആ പഴയ പോർച്ചുഗീസ് രീതിയിലുള്ള ദേവാലയങ്ങളെല്ലാം ഇടിച്ചു കളഞ്ഞ് വേറെ പല രീതിയിലേക്ക് പലരും മാറിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും നമ്മൾക്ക് ഒരു വിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രതീകം എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ തല ഉയർത്തി നിൽക്കുന്ന ദേവാലയങ്ങളിൽ നല്ലൊരു ഭാഗവും പോർച്ചുഗീസ് സ്റ്റൈലിൽ ഉള്ളതാണ്. അതിനുശേഷം നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലാണെങ്കിൽ തന്നെയും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു രേഖ തന്നെ മാറ്റിമറിക്കുവാനായിട്ട് ഈ പോർച്ചുഗീസ് ആഗമനം വളരെയധികം സഹായിച്ചു. അങ്ങനെയാണ് പിന്നീട് ഇന്ത്യ ഒരു വിദേശ ആധിപത്യത്തിൻ്റെ കീഴിലേക്ക് വരുന്നത്. എന്നാൽ വിദേശാധിപത്യത്തിൻ്റെ കീഴിലായിരുന്നുവെങ്കിലും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു സമ്പന്നത എന്ന് പറയുന്നത് ആ പോർച്ചുഗീസ് യൂറോപ്പിൽ നിന്ന് വന്ന മിഷണറിമാരുടെ സവിശേഷമായ ശ്രദ്ധ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകുന്നതിനും അതിലൂടെ നല്ല ഒരു ക്രൈസ്തവ പാരമ്പര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും നമ്മളുടെ നാടിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നും നമ്മുടെ നാട്ടിലെ പല ആചാരാനുഷ്ഠാനങ്ങളും, ഉദാഹരണത്തിന് പ്രദക്ഷിണം, അവിടെ പിന്നെ നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ഈ ദർശന തിരുനാൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് സംരംഭങ്ങൾ, നമ്മുടെ ദേവാലയങ്ങളിലെ പല സംരംഭങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ഈ പോർച്ചുഗീസ് സംഭാവനയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ ക്രിസ്തീയമായിട്ടുള്ള സമ്പന്നതയാണ്. അതെല്ലാം ഇന്നും നമ്മൾ വളരെ പവിത്രമായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നമ്മളുടെ നാടിന് വലിയ ഒരു ആത്മീയമായ വിഭവം നൽകിയ ഒരു വിഭാഗമാണ് ഈ പോർച്ചുഗീസ് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അവരെ ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. ആ മിഷണറിമാർ പടുത്തുയർത്തിയ തറക്കല്ലിട്ട ആ പീഠങ്ങളിലാണ് ഇന്ന് നമ്മളും നമ്മുടെ ദേവാലയങ്ങളോ നമ്മുടെ ക്രിസ്തീയ സമൂഹം ഇന്ന് കേരളത്തിൽ, അത് സിറിയൻ സമൂഹമായാലും ലാറ്റിൻ സമൂഹമായിരുന്നാലും പോർച്ചുഗീസ് സംസ്കാരത്തിനും അവരുടെ ക്രൈസ്തവീയതയ്ക്കും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വമായിരുന്നു വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോ എന്ന വലിയ വിശുദ്ധൻ. അദ്ദേഹം ലിസ്ബണിൽ 1647 ജനിച്ചു. അവിടെ ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു സാമ്പത്തിക നല്ല കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. നല്ല ക്രൈസ്തവ ശിക്ഷണത്തിൽ വളരുവാൻ സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ഒരു വൈദികനാകണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുത്തത് അന്ന് ഏറ്റവും ശക്തമായിട്ട് സഭയെ നവീകരിച്ചു കൊണ്ടിരുന്നിരുന്ന ഈശോ സഭയെയാണ് അദ്ദേഹം ഈശോ സഭയിലാണ് അദ്ദേഹം തൻ്റെ പൗരോഹിത്യം സ്വീകരിച്ചത്. അങ്ങനെ പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആഗ്രഹമാണ് ഈ ഫാർ ഈസ്റ്റ് കൺട്രീസിൽ പോയി സുവിശേഷം പറയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പാഷനായിരുന്നു. അദ്ദേഹത്തിന് ദൂര രാജ്യങ്ങളിൽ പോയി ഒരു ക്രിസ്തുവിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് പ്രസംഗിക്കുക, ക്രിസ്തുവിന് വേണ്ടിയിട്ട്
ജീവിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് പ്രകാരം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ട് ഗോവയിൽ അദ്ദേഹം ആദ്യം വന്നു. അതിനുശേഷം അദ്ദേഹം ഗോവയിൽ നിന്ന് ഇന്നത്തെ തമിഴ്നാട്ടിലെ മധുര കേന്ദ്രീകൃതമായിട്ട് അദ്ദേഹം തൻ്റെ പ്രേക്ഷിത പ്രവർത്തനം തുടരുകയുമാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൽ കാണുന്ന വലിയ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, ഒരു സുവിശേഷം നമ്മൾ പ്രസംഗിക്കണമെങ്കിൽ ആ സുവിശേഷം ഉൾക്കൊള്ളുന്നതായ ഒരു സംസ്കാരം ഉണ്ട്. ആ സംസ്കാര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്. അതുകൊണ്ട് അദ്ദേഹം ആദ്യമേ തന്നെ ആ മധുരയും അതുമായി പരിചയപ്പെട്ട ആ സമീപ പ്രദേശങ്ങളുമുള്ള ആ ഒരു നാടിൻ്റെ സംസ്കാരം അദ്ദേഹം തന്നെ സ്വീകരിച്ചുകൊണ്ട്, അദ്ദേഹം തന്നെ ഒരു സ്വാമി അറിയപ്പെടുന്ന ഒരു സ്വാമിയായി മാറിക്കൊണ്ട് അദ്ദേഹം ആ സംസ്കാരം തന്നിലേക്ക് എടുത്തുകൊണ്ട് അത് ആ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സുവിശേഷം ഒരിക്കലും അന്യമാണ് എന്ന് ആർക്കും തോന്നരുത്. ഈശോയുടെ വാക്കുകൾക്ക് ഓരോ നാടിനും ഓരോ സ്ഥലങ്ങൾക്കും അനുയോജ്യമായ രീതിയിലുള്ള ഒരു ഫ്രെയിം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ സംസ്കാരങ്ങളിലേക്ക് അദ്ദേഹം തന്നെ തൻ്റെ പകർന്നു കൊടുത്തുകൊണ്ട് വേണം സുവിശേഷം പ്രസംഗിച്ചത്. അങ്ങനെ ധാരാളം പേരെ യേശുവിന് വേണ്ടി നേടുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതും അധികവും അദ്ദേഹം പ്രവർത്തിച്ചത് മധുരയും അതുമായുള്ള ബന്ധപ്പെട്ട സ്ഥലങ്ങളിലായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇന്നും ഒരു വളരെയധികം നിലനിൽക്കുന്ന ഒരു സാമൂഹ്യമായ ഒരു ഉച്ചനീചത്വങ്ങളും വളരെയധികം ജാതീയമായിട്ടുള്ള വേർതിരിവുകളുമൊക്കെ നമ്മുടെ നാടിനെ വ്രണപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുറിപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. നമ്മളത് കോൺസ്റ്റിറ്റ്യൂഷൻ വഴി നിരോധിച്ചിട്ടുണ്ട് എങ്കിലും നമുക്കറിയാം ഒരു സമൂഹത്തിലെ പല കാര്യങ്ങളും പെട്ടെന്ന് മാറ്റപ്പെടുവാൻ എളുപ്പമല്ല. അതിൻ്റേതായ സ്റ്റിഗ്മകൾ നാട്ടിൽ എപ്പോഴും ആ സമൂഹത്തിൽ നിലനിൽക്കും. അപ്രകാരം ഒരു ജാതീയ വ്യവസ്ഥിതികൾ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ജോൺ ബ്രിട്ടോയ്ക്ക് ധാരാളം ശത്രുക്കൾ ഈ സുവിശേഷ പ്രസംഗം വഴിയായിട്ട് സമ്പാദിക്കേണ്ടതായിട്ട് വന്നു. പലരും യേശു ക്രിസ്തുവിനെ കേട്ട് ക്രിസ്തു മതത്തിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ മറ്റ് മേൽജാതിയിൽപ്പെട്ട പലർക്കും അത് വളരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും അവരുടെ ഭാഗത്തു നിന്ന് വളരെ പ്രതിഷേധങ്ങളും അദ്ദേഹത്തിന് ഭയങ്കര ചലഞ്ചസ് നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ അതിലൊന്നും അദ്ദേഹം ഭഗ്നാശനാകാതെ, അദ്ദേഹം നിരാശനാകാതെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊള്ളുകയും സുവിശേഷം ശക്തമായിട്ട് അവിടുന്ന് പ്രസംഗിക്കുകയും ചെയ്തു. അങ്ങനെ യേശുക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ സമത്വവും നീതിയും സ്നേഹവും സാഹോദര്യവും ഒക്കെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഒരു പുതിയ സംസ്കാരം ജോൺ ബ്രിട്ടോയിലൂടെ യേശുക്രിസ്തുവിൻ്റേതായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വന്ന എതിർപ്പുകൾക്ക് ജോൺ ബ്രിട്ടോയും വിധേയപ്പെടേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ ശത്രുക്കളുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ ബലിയായിട്ട് കൊടുക്കേണ്ടതായിട്ട് അദ്ദേഹത്തിന് വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ തല വെട്ടി കളഞ്ഞ് അന്നത്തെ പ്രമാണിമാരുടെ, അന്നത്തെ സമൂഹത്തിലെ പ്രമാണിമാരായിരിക്കുന്നവരുടെ ക്രൂരതയ്ക്ക് വിധേയമായിക്കൊണ്ട് തൻ്റെ ജീവൻ തന്നെ അദ്ദേഹം ബലി കഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഭയിൽ പല ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചുകൊണ്ട് യാതൊരുവിധ റിസ്ക്കും ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു. അദ്ദേഹത്തിന് ലിസ്ബണിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് നല്ല സ്ഥാനങ്ങളൊക്കെ ലഭിക്കുമായിരുന്നു. അവിടെ സ്വസ്ഥമായിട്ട് കഴിയുക, അല്ലെങ്കിൽ കുറെ കൂടി കംഫർട്ടബിൾ സോണിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ താല്പര്യം അതായിരുന്നില്ല. അദ്ദേഹം ഈ ഇന്ത്യയിൽ വന്ന് ഈ പാവപ്പെട്ട മനുഷ്യരോടുകൂടി ജീവിക്കുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും താല്പര്യവും. അതിനനുസരിച്ച് അദ്ദേഹം രണ്ടാമതും ഇന്ത്യയിലേക്ക് വന്ന് അദ്ദേഹം അവിടെ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ
ഈശോയ്ക്ക് വേണ്ടിയിട്ട് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവിടുന്ന് ജീവിക്കുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വാക്കുകൾ നമുക്ക് വളരെ ശ്രദ്ധേയമാണ്. എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചു പറയുന്നവനെ ഞാനും സ്വർഗത്തിൽ അവരെയും അംഗീകരിച്ചു പറയും എന്നുള്ള ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണ്. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലായിരുന്നാലും അവിടെയെല്ലാം ഈശോയെ വിളിച്ചു പറയുന്നവർക്ക്, ഈശോയെ സാക്ഷ്യപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ മുൻപിലും അവിടുന്ന് അംഗീകാരം കൊടുക്കും എന്നുള്ളത് ഈ ബ്രിട്ടോയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്ന ഒരു വലിയ പാഠമാണ്. അപ്പം അതുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന ഏതെല്ലാം സാഹചര്യങ്ങളിലോ ആ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറുവാൻ നമുക്ക് ഈ വിശുദ്ധൻ വേണ്ട പ്രചോദനം നൽകട്ടെ. ആ വിശുദ്ധൻ്റെ മാതൃകയനുസരിച്ച് ഏതെല്ലാം രാജ്യങ്ങളിലായിരുന്നാലും ഏതെല്ലാം സ്ഥലങ്ങളിലായിരുന്നാലും ഏതെല്ലാം പശ്ചാത്തലങ്ങളിൽ ആയിരുന്നാൽ പോലും നമ്മൾ ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ വളരുവാനായിട്ട്, അതിനെ തള്ളിക്കളയാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് ഇത്രയും വളരെയധികം ചാലഞ്ചസ്, വെല്ലുവിളികളുള്ള ഒരു രാജ്യത്താണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് ലഭിച്ച ഒരു വലിയ സമ്പന്നതയാകുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുകയും നമ്മൾ ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ആ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്തുകൊണ്ട് നമ്മൾ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്നുള്ളത് വളരെയധികം സ്വാഗതാർഹമാണ്, വളരെയധികം സന്തോഷം തരുന്ന കാര്യമാണ്. പി ജോൺ ബ്രിട്ടോയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിച്ച് വിശ്വസിക്കുന്നവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ എന്നുള്ള ഈശോയുടെ ആ വലിയ ഒരു കൽപ്പന നിറവേറ്റുവാനായിട്ട് നമുക്ക് ഏവർക്കും ഈ വിശുദ്ധൻ മാതൃകയായിരിക്കട്ടെ. നമ്മൾക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടായാലും ആ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. അതിന് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല മിഷനറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട്. അച്ഛന്മാരായാലും വൈദ്യ സിസ്റ്റേഴ്സായാലും എല്ലാവരും മിഷൻ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് സഭ നമ്മോട് പറയുന്നത് അച്ഛന്മാരും കന്യാസ്ത്രീകളും മാത്രമല്ല ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടത്, അൽമായർക്കും ഈ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അവകാശവും കടമയുമുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ മറ്റൊരു രാജ്യത്തിലേക്ക് വന്ന് ഇവിടെ താമസിക്കുവാനായിട്ട് അവസരം ലഭിച്ച നമ്മൾ ആ സുവിശേഷ പ്രഘോഷണം നമ്മളായിരിക്കുന്ന രീതിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ വിശുദ്ധി നിലനിർത്തിക്കൊണ്ടും കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും നമ്മളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉയർത്തിക്കൊണ്ടും പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ സുവിശേഷ വേല നമുക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു വലിയ പ്രയത്നം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഞാൻ ആശംസിക്കുന്നു. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശദീകരണങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും
വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. സ്നേഹനിധിയായ യേശുവേ, അങ്ങയുടെ മണവാട്ടിയായ തിരുസഭയെ വിശുദ്ധിയോടെ സംരക്ഷിക്കുവാനും മുന്നോട്ട് നയിക്കുവാനും അങ്ങ് ഫലമേൽപ്പിച്ചിരിക്കുന്ന ലിയോ 14 മാർപ്പാപ്പായെയും ഞങ്ങളുടെ അതിരൂപതാധീശൻ ബ്ലെയ്സ് പിതാവിനെയും ഇന്ന് ഈ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ജോയി ആലപ്പാട് പിതാവിനെയും ഇടവ വികാരി ഫാദർ ഇസ്മായിൽ, സഹവൈദികർ ഇമാനുവേൽ ജോഷി, വിപിൻ മാത്യു ഇവരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിറവിനാൽ ഇവർക്ക് ചിന്തകളിൽ ചൈതന്യവും പ്രവൃത്തികളിൽ വിശ്വാസ സാക്ഷ്യവും അങ്ങ് നൽകണമേ. തിരുസഭയെ കാലിടറാതെ വിശുദ്ധിയിൽ വളർത്തുവാൻ അനുഗ്രഹിക്കണമേ എന്നും വഴിയും സത്യവും ജീവനുമായ അങ്ങയിലേക്കുള്ള പ്രയാണത്തിലേക്ക് ഇവരെ നയിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ സ്വീകരിച്ചാലും. സ്നേഹനിധിയായ യേശുവേ, സ്വദേശത്തുള്ളതും വിദേശത്തുള്ളതുമായിട്ടുള്ള എല്ലാ കുടുംബങ്ങളെയും ഇന്നിവിടെ ഈ ബലി അർപ്പണത്തിനായി അണഞ്ഞിരിക്കുന്ന എല്ലാവരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് അരുൾ ചെയ്ത യേശുവേ, ഈ ലോകത്തിലെ ക്ലേശങ്ങളും വേദനകളും സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി സഹിക്കുവാനുള്ള ശക്തി നൽകി ഞങ്ങൾ അങ്ങേ പിന്തുടരുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ സ്വീകരിച്ചാലും. സ്നേഹനിധിയായ യേശുവേ, ലോകം മുഴുവനിലേക്കും അങ്ങയുടെ കരുണ ചൊരിയണമേ. മതങ്ങൾ തമ്മിലും ലോകരാഷ്ട്രങ്ങൾ തമ്മിലും പരസ്പരം സമാധാനത്തിലും സഹിഷ്ണുതയിലും സൗഹൃദത്തിലും കഴിയുവാൻ എല്ലാ മതരാഷ്ട്രീയ അധികാരികളെയും രാഷ്ട്രതലവന്മാരെയും അങ്ങയുടെ ആത്മാവിനാൽ നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ സ്വീകരിച്ചാലും. സ്നേഹനിധിയായ യേശുവേ, എല്ലാ യുവതീ യുവാക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ വചനത്തിൽ പ്രചോദിതരായി അങ്ങയെ പിന്തുടരുവാനും ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടന്ന് അങ്ങയെ വഹിക്കുന്ന സക്രാരിയായി മാറുവാനും അവരെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ സ്വീകരിച്ചാലും. സ്നേഹനിധിയായ യേശുവേ, ഞങ്ങളുടെ തൊഴിൽ മേഖലയെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ജോലിയില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അങ്ങയുടെ കാരുണ്യത്താൽ ജോലി കിട്ടുന്നതിനുള്ള അവസരം ഒരുക്കുകയും കടബാധ്യതകൾ മൂലം മാനസികമായി തകർന്നവരുടെ മനസ്സുകളെ ശക്തിപ്പെടുത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ സ്വീകരിച്ചാലും. സ്നേഹനിധിയായ യേശുവേ, രോഗം, വാർദ്ധക്യം, ദാരിദ്ര്യം തുടങ്ങിയ ബുദ്ധിമുട്ടുകളാൽ ക്ലേശിക്കുന്ന എല്ലാവരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ മേൽ കരുണയായിരിക്കണമേ. അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമായി കടന്നു ചെന്ന് അവരെ പ്രത്യാശയിലേക്ക് നയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധൂപം പോലുയരും ഞങ്ങൾ തൻ പ്രാർത്ഥന സ്നേഹപിതാവേ സ്വീകരിച്ചാലും. ഉദ്ധിതനായ യേശുവേ, പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം വേദന അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു.
ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവരെ ഉയർപ്പിൻ്റെ പ്രത്യാശ നൽകി അനുഗ്രഹിക്കണമെന്നും അങ്ങയുടെ സ്വർഗരാജ്യത്തിൽ പങ്കാളികൾ ആക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ സ്തുതിയും. കാഴ്ചയുമായി നിന്നിടുമീ തിരുയാഗമർപ്പിക്കും അൾത്താരയിൽ തിരുവോസ്തിരൂപനാം ദൈവമേ, കാഴ്ചകൾ സ്വീകരിക്കൂ. നൽകാഴ്ചയാൽ എൻ ജീവിതം സമ്പൂർണമായി നൽകുന്നിതാ. അഞ്ചപ്പം 5000 നൽകിയ നാഥ, കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥ, സ്വീകരിക്കൂ ഈ ജീവിതം. നിന്റെ ദാനങ്ങൾ നീ നിറയ്ക്കൂ. ദാനങ്ങൾ കാണുവാനായി എന്നുള്ളം നീ തുറക്കൂ. സ്വർഗീയദാനങ്ങൾ കാണുവാനായി എന്നുള്ളം നീ തുറക്കൂ. ബലിവേദിയിൽ ഉയരും നിൻ കൈകളിൽ നിറയുന്ന പൊൻകാസയിൽ സ്വീകരിക്കൂ ഈ ജീവിതം. നിന്റെ ദാനങ്ങൾ നീ നിറയ്ക്കൂ. അഞ്ചപ്പം 5000 നൽകിയ നാഥ, കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥ, സ്വീകരിക്കൂ ഈ ജീവിതം. നിന്റെ ദാനങ്ങൾ നീ നിറയ്ക്കൂ. പരിപൂർണ ഹൃദയം പരിപാവനം നീ എന്നിൽ നിറഞ്ഞു നിന്നാ. പരിപൂർണ ഹൃദയം പരിപാവനം നീ എന്നിൽ നിറഞ്ഞു നിന്നാ. പീലാസയിൽ മുറിയും നിന്നൊമ്പരം ഹൃദയത്തിൽ ചേർത്തു വയ്ക്കാം. കൈക്കുമ്പിളിൽ കാഴ്ചയുമായി ബലിവേദിയിൽ നിന്നിടുമീ തിരുയാഗമർപ്പിക്കും അൾത്താരയിൽ
തിരുവോസ്തിരൂപന എൻ ദൈവമേ കാഴ്ചകൾ സ്വീകരിക്കൂ. നൽകാഴ്ചയാൽ എൻ ജീവിതം സമ്പൂർണമായി നൽകുന്നിതാ. അഞ്ചപ്പം 5000 നൽകിയ നാഥ, കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥ, സ്വീകരിക്കൂ ഈ ജീവിതം. നിന്റെ ദാനങ്ങൾ നീ നിറയ്ക്കൂ. സ്വർഗീയ ദാനങ്ങൾ കാണുവാനായി എന്നുള്ളം നീ തുറക്കൂ. സ്വർഗീയദാനങ്ങൾ കാണുവാനായി എന്നുള്ളം നീ തുറക്കൂ. ബലിവേദിയിൽ ഉയരും നിൻ കൈകളിൽ നിറയുന്ന പൊൻകാസയിൽ സ്വീകരിക്കൂ ഈ ജീവിതം. നിന്റെ ദാനങ്ങൾ നീ നിറയ്ക്കൂ. അഞ്ചപ്പം 5000 നൽകിയ നാഥ, കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥ, സ്വീകരിക്കൂ ഈ ജീവിതം. നിന്റെ ജീവിതം സമ്പൂർണമായി നൽകുന്നിതാ. അഞ്ചപ്പം 5000 നൽകിയ നാഥ, കുരിശോട് ചേർന്നപ്പോൾ സ്നേഹിച്ച നാഥ, സ്വീകരിക്കൂ ഈ ജീവിതം. നിന്റെ ദാനങ്ങൾ നീ നിറയ്ക്കൂ. സഹോദരരെ, എൻ്റെ നിങ്ങളുടെ മേൽ സർവശക്തൻ പിതാവായ ദൈവത്തിന് സ്വീകാര്യമായ വിപരിയായിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ അനുഗ്രഹത്താൽ ഞങ്ങളുടെ കാണിക്കകൾ വിശദീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹാഗ്നിയാലാണല്ലോ വിശുദ്ധ ജോൺ ദി ബ്രിട്ടോ തൻ്റെ എല്ലാ ശാരീരിക പീഡകളെയും അതിജീവിച്ചത്. അതേ സ്നേഹാഗ്നി അങ്ങേ കൃപയാൽ ഞങ്ങളെയും ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. യഥാർത്ഥ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ വിശുദ്ധരുടെ പുകഴ്ചയിൽ അങ്ങ് മഹത്വീകരിക്കപ്പെടുന്നു. അങ്ങേ ശക്തിയുടെ വിസ്മരണീയ പ്രവൃത്തികളാണല്ലോ അവരുടെ പീഡകളിൽ പ്രകടമാകുന്നത്. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് കാരുണ്യപൂർവ്വം ഈ വിശ്വാസ തീക്ഷ്ണത പ്രദാനം ചെയ്യുകയും സ്ഥിരോത്സാഹത്തിന്റെ സ്ഥൈര്യം നൽകുകയും സഹനത്തിൽ വിജയം നൽകുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അങ്ങേ ആരാധിച്ചുകൊണ്ട് ഒരു നവ്യഗാനം ആലപിക്കുകയും ഞങ്ങൾ മാലാഖമാരുടെ സൈന്യങ്ങളുമൊത്ത് അവിരാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
പരിശുദ്ധൻ സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർക്കുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ പാപ്പായോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ബ്ലേസ് മെത്രാപ്പോലിത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാര്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും പ്രത്യേകിച്ച് വിശുദ്ധ ജോൺ ഡി ബ്രിട്ടോയോടും
നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരാവുകയും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരാകുകയും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ സദാ നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ നിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തർക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കും ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. പാപമുലകിൽ എൻ വാസം ചിരം, യേശു തുണ തന്നെ ജീവബലം. നീരോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നും എന്നെ കാക്കും തിരുസുതനേ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. രാവും പകലും നിൻഹിതമോടു ഞാൻ വാഴാൻ വരമിന്നു തന്നീടണേ. ഗബഗരി ഗഗരി സദാ പദ പദ സ പദ സ ഗരി ഗരി രി സ ദ ദ ദ പ ഗരി പ ഗ ധ പ സ ധ രി സ ഗരി സ ധ സ. രാവും പകലും നിൻഹിതമോടു ഞാൻ വാഴാൻ വരമിന്നു തന്നീടണേ. പാടും ജീവനെല്ലാം ദേവൻ ദയയാലേ, പാടും ജീവനെല്ലാം ദേവൻ ദയയാലേ. തേനിൽ ശ്രുതിയോടെ ശ്രുതിയോടെ ഗീതം പാടിടും രാഗതാള ഭാവഗാന ലയമോടെ ലയമോടെ. ദർശനം നൽകണേ മിശിഹായേ, എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. വാനും ഭൂവും ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ. ചരാചരങ്ങളും ഏവം പുകഴ്ത്തുന്നു നിൻ സന്നിധേ. പാരിൽ നമുക്കായി ദൈവസുതനായി, പാരിൽ നമുക്കായി ദൈവസുതനായി
കനിവോടെ വന്നു വസിപ്പും പാപം പോക്കും ദിവ്യമേശും കനിവോടെ കനിവോടെ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ പാപമുലകിൽ എൻ വാസം ചിരം യേശുതുണ തന്നെ ജീവബലം പാപമുലകിൽ എൻ വാസം ചിരം യേശുതുണ തന്നെ ജീവബലം നീരോടും ഗർവോടും ധനമോടും വാണാലും സ്നേഹമോടെ എന്നെ കാക്കും തിരുസുതനേ ദർശനം നൽകണേ മിശിഹായേ എന്നും പരിശുദ്ധനായവൻ നീയേ പരാ. Hello, good afternoon. I'm Father Ismail. For the ones that you still don't know me, I'm right now the administrator of this community, and I want to give thanks to the bishop for your generous yes for coming in today to celebrate with us. I'm gonna hide a little, I don't know where, here. Thank you, Bishop. It is a pleasure to meet you. You always have a home here in Little Flower Parish. Thank you. And you already know Father Emmanuel. Thank you so much for helping us again. And today we have a new face, Father Bipin. Father Bipin has graciously agreed to come and celebrate with us the Mass that we celebrate every other Sunday here for the community of the Catholic community of Little Flower. And so you'll be seeing him here a lot. He has graciously said yes to come and to help us with the Mass and the sacraments. And so we welcome him also too. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഇന്ന് കുർബാന അർപ്പിച്ച നമ്മുടെ ബഹുമാനീയനായ ആദരണീയനായ ബിഷപ്പിന് നന്ദി പറയുന്നു. ഒപ്പം നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച മറ്റു വൈദികർക്കും, പ്രത്യേകിച്ച് ഫാദർ ഇസ്മായിൽ എന്നോട് ചുമതലപ്പെടുത്തിയതുപോലെ ഫാദർ ബിപിൻ മാത്യു, അദ്ദേഹം ചിക്കാഗോയിലെ സെമിനാരിലെ പ്രൊഫസറാണ്. നമ്മളെ സഹായിക്കാനായിട്ട് ഫാദർ തോമസ് വർക്കി മറ്റച്ഛന്മാരുണ്ടായിരുന്നു. അവരുടെ അസൗകര്യം കാരണം നമ്മൾ ക്ഷണിക്കുകയും നമ്മളെ ക്ഷണം സ്വീകരിച്ച് 1-ാം ഞായറാഴ്ചയും 3-ാം ഞായറാഴ്ചയും നമുക്ക് കുർബാനയും മറ്റു നമ്മളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കാൻ ഇനി മുതൽ ബിപിൻ അച്ഛനായിരിക്കും. അച്ഛനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ, നമ്മളുടെ ഇടപെടലിൻ്റെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. Once again, we express our sincere thanks and gratitude to Bishop Marjoy Alapad, who came and celebrated Mass for us. Thank you to the Kollam Shakti Kulangara parishioners who made arrangements for today's feast of Saint John de Bruto. Thank you all for all the church volunteers such as altar service, choir members, and lectors and ushers and liturgical coordinators. ഇത് ഇംഗ്ലീഷിൽ എഴുതിയിരുന്നുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് തന്നെ വായിച്ചു കേട്ടോ. അതർ അനൗൺസ്മെൻറ്റ്സ്, ക്യാൻഡിൽ സെയിൽ ഈസ്റ്റർ കുർബാനയ്ക്ക് ഉപയോഗിക്കുകയും ശേഷം വീട്ടിൽ സൂക്ഷിച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ പാകത്തിന് ചെറിയ പെസഹ തിരികൾ വിൽപ്പനയ്ക്കുണ്ട്. ആവശ്യമുള്ളവർ വാങ്ങാവുന്നതാണ്. ഫെബ്രുവരി 15th അടുത്ത തേർഡ് സൺഡേ മാസ് ഫെബ്രുവരി 15th The feast of Saint Anthony is celebrated by Trivandrum Valiyaveli parishioners. All are welcome. പിന്നെ ഫെബ്രുവരി 18th വെൻസ്ഡേ ആണ് നമ്മുടെ വിഭൂതി ബുധനാഴ്ച 10 മണിക്കാണ് വിശുദ്ധ ബലി ഇവിടെ അർപ്പിക്കപ്പെടുന്നത്. എല്ലാവർക്കും അതിലേക്കും സ്വാഗതം.
പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം വന്ന് നിങ്ങളോടൊപ്പം ഈ ദ്വീപിൽ അർപ്പിക്കുവാനായിട്ട് സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനേക്കാൾ കുറച്ചും കൂടി ഒരു സന്തോഷം എനിക്ക് തോന്നിയത് ഇപ്പം തന്നെ ഗായക സംഘം പാടിയ ഒരു പാട്ട്, അത് എന്നെ ഓണർ ചെയ്യാൻ കൂടിയിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്ക് യു വെരി മച്ച്. ആ പാട്ട് ഞാൻ എഴുതിയ ഒരു പാട്ടാണ്, യേശുദാസ് പാടിയായിട്ടുള്ളത്. അതാണ്. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. കീപ്പ് ഇറ്റ് അപ്പ്. ഓക്കെ. അതുപോലെ ഇത്രയും നല്ലൊരു വലിയൊരു സമൂഹം ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ ഉണ്ട് എന്നറിയുന്നത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ സിറിയൻ കമ്മ്യൂണിറ്റി ആയാലും ലാറ്റിൻ കമ്മ്യൂണിറ്റി ആയാലും നമ്മളെല്ലാം നേരിടുന്ന പ്രശ്നങ്ങളും നമ്മുടെ പ്രതിസന്ധികളെല്ലാം ഒരുപോലെയാണ്. നമുക്ക് ഫേസ് ദ സെയിം സിറ്റുവേഷൻസ് ഇൻ അമേരിക്ക. അപ്പോൾ പരസ്പരം നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ കൂടുതൽ ദൈവഭക്തിയിൽ വളരുവാനും, ഈ അമേരിക്കയിൽ വന്നാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇനി എല്ലാം നേടി, ഇനി എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ചിലപ്പോൾ ഒരു പ്രലോഭനങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഒരുപക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന പെട്ടിയും പ്രമാണങ്ങളും അച്ചാറും അതൊക്കെ തീർന്നുപോയി. പക്ഷേ നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നതായ ഒരു കാര്യം നമ്മുടെ കൂടെ ഇപ്പോഴുമുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസം നഷ്ടമാകാതിരിക്കുവാനും അത് തീർന്നു പോകാതിരിക്കുവാനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ പരിശ്രമിക്കണം. അതിന് കൂടുതൽ കൂട്ടായ്മയോട് കൂടിയിട്ട്, വളരെ ഐക്യത്തോടു കൂടി നമ്മളൊരു സമൂഹം എന്ന രീതിയിൽ വേണം നമ്മൾക്ക് പ്രവർത്തിക്കുവാനായിട്ട്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. whatever way possible I can help you as a community growing in our own faith. We share the same faith. വിശ്വാസം പങ്കുവയ്ക്കുന്ന നമുക്ക് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എന്ത് വിധത്തിലെങ്കിലും സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ സന്നദ്ധനായിരിക്കും. ഇപ്രകാരം ഈ വന്ന് നിങ്ങളോടൊപ്പം ബലിയർപ്പിക്കാനും ഈ തിരുനാളിൽ പങ്കുചേരാനും കഴിഞ്ഞതിൽ ഞാൻ വെറുതെ നന്ദി പറയുന്നു. ഐ ഓൾസോ കൺഗ്രാജുലേറ്റ് ഓൾ ദോസ് പീപ്പിൾ ഹു ഹാവ് കം ഫ്രം ശക്തികുളങ്ങര. ആൻഡ് അവർ വാക്ക് പറയുന്ന പോലെ തന്നെ ശക്തിയുള്ളവരാണ് എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. ഞാൻ അവിടെ പോയിട്ടില്ല എങ്കിലും അത് വളരെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ ഇവിടെ ഒരു വലിയ ശക്തികുളങ്ങര ഉണ്ടാകുവാനായിട്ട് അതിലൂടെ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു വെരി മച്ച്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ വിരുന്നാൽ പരിപോഷിതരായി ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജോൺ ദി ബ്രിട്ടോയുടെ മാതൃകയാൽ ഞങ്ങൾ ഭൂമിയിൽ അങ്ങയോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിൽ വളരുകയും സ്വർഗീയ മഹത്വം എന്നേക്കും പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കവാടം തുറക്കും രക്ഷാകരാമോസ്തിയേ, ശത്രുവിൻ കണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകിടേണം. ആമേൻ.
വണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൂദാശയെ നിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ ഓരിനം സാധനം ഇന്ദ്രിയങ്ങൾക്കിടും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസത്തിൽ ദൈവപിതാവിനും കന്യകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും ഔവേദം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാണെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും മടങ്ങുവാൻ അനുഗ്രഹം തരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പുൽകും ശക്തി കുറഞ്ഞ ദേവാലയം അതിൽ വാഴും വിശുദ്ധനായ തിരുനാമ ചിന്തകൾ ഞങ്ങൾക്ക് മനസ്സിൽ നിർവൃതിയേകുന്നു. ശാന്തത പുൽകും ശക്തി കുറഞ്ഞ ദേവാലയം അതിൽ വാഴും വിശുദ്ധനായ തിരുനാമ ചിന്തകൾ ഞങ്ങൾക്ക് മനസ്സിൽ നിർവൃതിയേകുന്നു.